ആദ്യം റേപ്പ് ജോക്സ് എന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലേ പണിക്കർ? റേപ്പ് ജോക്ക് തീർച്ചയായും എന്ത് തോന്നുന്നു ഈ ഒരു ആരോപണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ? അല്ല, അത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിനെ ഓർത്ത് അല്പം ദുഃഖവും ലജ്ജയും ഒക്കെയാണ് റേപ്പ് ജോക്ക് എന്ന പരാമർശം വരുമ്പോൾ തോന്നുന്നത്. കാരണം ശ്യാം, നമ്മൾ എന്താണ് റേപ്പ് ജോക്ക് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. റേപ്പ് ജോക്ക് എന്ന് പറയുന്നത് ഒരു റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുകയോ അതിനെ മഹത്വവൽക്കരിക്കുകയോ റേപ്പിസ്റ്റുകളെ, അത് ചെയ്യുന്ന ആൾക്കാരെ, അവരെ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുകയും അവർക്കൊരു ഹീറോ പരിവേഷം കൊടുക്കുകയും ഒപ്പം അതിന്റെ വിക്ടിമായിട്ടുള്ള ഇരയായിട്ടുള്ള ആളിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, അതിന്റെ ഇരയായിട്ടുള്ള ആളിനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ തമാശകൾ ഉണ്ടാക്കുന്നതാണ് റേപ്പ് ജോക്ക്. അപ്പൊ തീർച്ചയായിട്ടും ഒരു റേപ്പ് ജോക്ക് എന്ന് പറയുന്നതിൽ ഇരയ്ക്കാണ് ബുദ്ധിമുട്ടുണ്ടാകേണ്ടത്. കാരണം ആ ആക്ട് ഓഫ് റേപ്പ് എന്നതിനെയും അതിന്റെ പെർപെട്രേറ്റേഴ്സിനെയും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അതാണ് റേപ്പ് ജോക്ക് എന്നിരിക്കെ ഞാൻ ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പിടിച്ചുകൊണ്ട് അതാണ് റേപ്പ് ജോക്ക് എന്ന് ആൾക്കാർ ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞിരുന്ന വികാരങ്ങൾ മാത്രമാണ് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഏതു ഭാഗമാണ് അതിൽ റേപ്പ് ജോക്ക് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറയണം. അവർ പറഞ്ഞിരുന്ന രണ്ട് ഭാഗങ്ങൾ ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ രണ്ട് ഭാഗങ്ങളും എനിക്ക് വീണ്ടും പറയേണ്ടി വരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവരുടെ പരിചയത്തിനെ ഒക്കെ ഓർത്ത് ലജ്ജിപ്പിക്കാനേ, എന്നെ ലജ്ജിപ്പിക്കാനേ അതിന് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണത്തിന് അതിലുണ്ടായിരുന്ന ഒരു പരാമർശം, ഈ ആലപ്പുഴയിലെ ആ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ബൈക്കിൽ 3 ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് അത് സാൻഡ്വിച്ച് പോലെ, ജാം സാൻഡ്വിച്ച് പോലെ എന്ന രീതിയിലുള്ള ഒരു പ്രയോഗം. അപ്പൊ ഈ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് ത്രീസം സെക്സ് ആണ് എന്ന രീതിയിലാണ് ചില ഉയർന്ന വിദ്യാഭ്യാസമുള്ള, ഉയർന്ന ജോലിയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാർ ആരോപിക്കുന്നത്. നേരെ മറിച്ച് സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പദമാണെന്നും അത് എല്ലാ ഡിക്ഷണറികളിലും ഉള്ളതാണെന്നും ഇവർക്ക് അറിയാമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേള അറിവില്ല എങ്കിൽ അതിനെപ്പറ്റി ഒന്ന് റെഫർ ചെയ്യാമായിരുന്നുവെങ്കിൽ ഈ ഒരു അബദ്ധം അവർക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പൊ അതിനെ പിടിച്ചുകൊണ്ട് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് എന്തോ ത്രീസം സെക്സ് ആണ്, ശ്രീജിത്ത് എന്തോ സെക്സിസ്റ്റ് ജോക്ക് പറഞ്ഞു, അയാൾ ഒരു സ്ത്രീവിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിനാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോ ഞാനിവിടെ എന്തായാലും ജനം ഇങ്ങനെ ഒരു വേദി തന്നതുകൊണ്ട് തന്നെയുമല്ല നമുക്കതിൽ സമയമുള്ളത് കൊണ്ടും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത, ഈ ആലപ്പുഴയിൽ സംഭവിച്ച വാർത്തയെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ റീഡർഷിപ്പ് ഉള്ള 2 മാധ്യമങ്ങൾ എടുത്തിട്ട് പറയാം. ഒന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്താണെന്നറിയാം, ജേർണലിസം എന്താണെന്നറിയാം, റേപ്പ് ജോക്ക് എന്താണെന്നറിയാം, ഉചിതമായതും അനുചിതമായതും എന്താണെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ വാർത്ത, അവരിതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഫാക്ട് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിരിക്കുകയാണ്. അവര് അതിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ആ വാർത്തയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ വെർബാറ്റിം ഇപ്പോ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ലിങ്ക് കിട്ടുകയും ചെയ്യും. ഫോട്ടോസ് ഓഫ് എ ക്രിട്ടിക്കലി ഇൽ മാൻ റൈഡിംഗ് പില്ലിയൻ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 പീപ്പിൾ ഹു വെയർ ബോത്ത് വെയറിംഗ് PPE കിറ്റ്സ്. അപ്പൊ ഈ സാൻഡ്വിച്ച് എന്ന പദം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉപയോഗിക്കുന്ന സമയത്ത് അത് റേപ്പ് ജോക്ക് ആണോ? അത് അവർ ഉപയോഗിക്കുന്ന സമയത്ത് അത് റേപ്പ് ജോക്ക് അല്ല എങ്കിൽ ശ്രീജിത്ത് പണിക്കർ ഉപയോഗിക്കുന്ന സമയത്ത് അത് എങ്ങനെ റേപ്പ് ജോക്ക് ആകും എന്നുള്ള ചോദ്യം. 2, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ദൃശ്യമാധ്യമങ്ങളിൽ, ഇംഗ്ലീഷ് ന്യൂസ് പ്രക്ഷേപണം ചെയ്യുന്ന ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ടൈംസ് നൗ ഈ വിഷയത്തിനെ പറ്റി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഷോക്കിംഗ് ഇൻസിഡന്റ് കെയിം ടു ലൈറ്റ് ഇൻ കേരള ഓൺ ഫ്രൈഡേ where a COVID positive patient sandwiched between 2 people in PPE kits was taken to hospital from domiciliary COVID care center on a 2-wheeler. അപ്പൊ ടൈംസ് നൗവിനും റേപ്പ് ജോക്ക് എന്താണെന്ന് അറിയില്ല എന്നാണോ പറയുന്നത്, അതോ റേപ്പ് ജോക്ക് എന്ന് പറയുന്നത് പണിക്കർക്ക് മാത്രം ബാധകമാകുന്നതാണോ? അടുത്തത് നമ്മുടെ ഗൾഫ് ന്യൂസ്, ഒരു അന്താരാഷ്ട്ര മാധ്യമമാണല്ലോ. ഗൾഫ് ന്യൂസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിലെ തലക്കെട്ട് ഇങ്ങനെയാണ്: COVID-19 പേഷ്യന്റ് ഇൻ കേരള ടേക്കൻ ടു ഹോസ്പിറ്റൽ ഓൺ ബൈക്ക്, പ്രോബ് ഓർഡേർഡ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സെപ്റ്റ് ആയിട്ട് ആ ന്യൂസിൽ അവർ കൊടുത്തിരിക്കുന്നത് മൂവ് ഫോളോസ് എയറിംഗ് ഓഫ് വീഡിയോ ക്ലിപ്പ് ഷോയിങ് പേഷ്യന്റ് ഓൺ ബൈക്ക് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 പീപ്പിൾ. അപ്പൊ ഞാനിവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പ്രിന്റ് മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, ഒപ്പം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൾഫ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് പണിക്കർ. കാരണം അൽ ജസീറ കോട്ട് ചെയ്തോ? ഇല്ലല്ലോ. അത് കോട്ട് ചെയ്യൂ. അപ്പോ പണിക്കർ പറഞ്ഞത് വേണമെങ്കിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. തുടരാം. അല്ല, അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം, അത് പ്രധാനം. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഈ പദം എന്ന് പറയുന്നത് ഒരു സെക്സിസ്റ്റ് റിമാർക്ക് അല്ല. അതൊരു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏത് ഡിക്ഷണറിയിലും, ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ ഏത് നിങ്ങൾക്ക്
കാണാൻ പറ്റുന്ന ഒരു സാമാന്യമായിട്ടുള്ള പദമാണ്. അതിന്റെ അർത്ഥം അത് ഉപയോഗിക്കുന്നവർക്കറിയാം, ജേർണലിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചും അറിയാം. കാരണം ഇത്തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെക്സിസ്റ്റ് ജോക്കോ ഒരു റേപ്പ് ജോക്കോ ഉപയോഗിച്ച് ഒരു മാധ്യമ സ്ഥാപനവും ഇത്തരത്തിലുള്ള ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ സ്വന്തം വിജ്ഞാനം എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കുക. ഒന്ന്. രണ്ട്, അതിലുള്ള ഒരു പരാമർശം കോവിഡ് ആംബുലൻസിൽ റേപ്പ് നടക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റേപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം, രോഗിക്ക് മാനഭംഗപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ഒരു വസ്തുത ഇവിടെ പറയാൻ പാടില്ല എന്നില്ല. കാരണം അത് ഇവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അത് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകുന്ന സമയത്ത് അതിനെപ്പറ്റി ഇവിടെ കൃത്യമായ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുള്ളതാണ്. പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ വീഡിയോ ക്ലിപ്പുകളും വാർത്തകളും ഒക്കെ ഇപ്പോഴും ഇന്റർനെറ്റിലുണ്ട്. അത് ഏതാനും മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊരു സാധ്യതയാണ്. ഇവിടെ ഒരു സാഹചര്യം ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് റേപ്പ് ജോക്ക് ആവുക? അതിവിടെ നടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. മലപ്പുറത്ത് വെച്ചിട്ട് ഒരു കോവിഡ് ആംബുലൻസിൽ ഒരു യുവതിക്ക് നേരെ പീഡന ശ്രമം ഉണ്ടായി എന്ന്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ എന്തുകൊണ്ടാണ് ആ പീഡന ശ്രമം ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ കാരണം നോക്കിയാൽ അത് നമ്മുടെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഈ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 3-4 പോയിന്റുകൾ പറഞ്ഞ് ഏറ്റവും അവസാനത്തെ പോയിന്റിലാണ് ഈ റേപ്പ് ഇൻസിഡന്റ് നടന്നിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു റെഫറൻസ് പോലും പറയുന്നത്. അതിന് തന്നെ ഒരു കാരണമുണ്ട്. കാരണം പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിച്ചിരുന്നുവെങ്കിൽ ആ ആംബുലൻസിൽ അവിടെ ആ ഒരു യുവതിക്ക് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ആ സംഭവത്തിൽ ഉണ്ടായിരുന്ന ആംബുലൻസിൽ അഡീഷണൽ ആയിട്ട് ഒരാൾ കൂടി ഉണ്ടാകണമായിരുന്നു. നേരെ മറിച്ച് അന്ന് അവിടെ അതിന്റെ ഡ്രൈവറും ആ കുട്ടിയും മാത്രമായിരുന്നു അന്നത്തെ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരാളെ കൊണ്ടുപോകുന്ന സമയത്ത് മൂന്നാമതൊരാൾ കൂടി ഉണ്ടാകണം എന്ന് പറയുന്നത്. അത് ആളിന് വേണ്ട പരിചരണം നൽകുന്നതിനും ആളിന് വേണ്ട ശാരീരിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കൂടിയാണ്. നേരെ മറിച്ച് ഒരു ബൈക്കിൽ എങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്? ഞാനിവിടെ നേരത്തെ വായിച്ചു. എന്നെ കേൾക്കേണ്ട മാധ്യമങ്ങൾ പറഞ്ഞു സാൻഡ്വിച്ച് ചെയ്താണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ചെയ്യണമെങ്കിൽ, സാൻഡ്വിച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സ്ക്വീസ് എ പേഴ്സൺ ബിറ്റ്വീൻ 2 അതർ പീപ്പിൾ. 2 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമാണ് ബൈക്ക്. ആ 2 പേർക്കിടയിലേക്ക് ഒരാളെ കൂടെ വെച്ച് സാൻഡ്വിച്ച് ചെയ്ത് അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ഒരാളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ആ കോവിഡ് ആംബുലൻസിലുള്ള സാഹചര്യമല്ല. സാൻഡ്വിച്ച് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് 3 പേർ ആവശ്യമുണ്ട്. അപ്പൊ പ്രോട്ടോകോൾ എല്ലായ്പ്പോഴും അവിടെ പാലിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് അതാണ് ഭേദം എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയനാണ്. അപ്പൊ ആ ഒരു ഒപ്പീനിയനെ നടന്നിരിക്കുന്ന ഒരു സംഭവമായി ചേർത്ത് ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അതെങ്ങനെയാണ് റേപ്പ്? എനിക്ക് തോന്നുന്നു പണിക്കർ, അത് ഏറ്റവും ലാസ്റ്റ്, അതിന്റെ പോസ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു 3 ക്യാപ്സൂൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഈ ഒപ്പീനിയൻ വ്യാപകമായി എതിർക്കപ്പെടുന്നത്. അല്ല, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ പോസ്റ്റിന്റെ അവസാനം മാത്രമല്ല, ആ പോസ്റ്റിന്റെ തുടക്കത്തിലും ഞാൻ പറയുന്നുണ്ട്, ഇത് സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ, സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്ന, സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ക്യാപ്സൂളുകളാണ്. അതാണ് അതിന്റെ സർക്കാസം അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ പൂർണ്ണമായ ഒപ്പീനിയനായിട്ട് പറയുകയല്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആംബുലൻസിനേക്കാൾ ഭേദം ബൈക്കാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഈ ക്യാപ്സൂൾ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ആ പറയുന്നതിൽ ഒരിടത്തും റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല, റേപ്പ് വിക്ടിമിനെ നമ്മൾ ആരും വെലിഫൈ ചെയ്യുന്നില്ല, റേപ്പിന്റെ പെർപെട്രേറ്റേഴ്സിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു റേപ്പ് ജോക്ക് അല്ല. സാധാരണ ഒരു പരാമർശവും സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വേർഡും ഒപ്പം കേരളത്തിൽ നടന്നിരിക്കുന്ന ഒരു സംഭവവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോട്ടോകോളിന്റെ അത് പിന്തുടരാതിരിക്കുന്നതിന്റെ അപകടവുമാണ് ആ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? ഒരു സീനാണ്. ഒരു പ്രധാനപ്പെട്ട മാധ്യമം അങ്ങേ വിളിച്ചു വരുത്തി അപമാനിച്ചു. ആ സമയത്ത് ആ മാധ്യമത്തിന്റെ ചർച്ച നടക്കുമ്പോൾ അത് ഏതാണ്ട് ഫേസ്ബുക്കിൽ ഒരു 1000 വ്യൂവേഴ്സ് മറ്റും ഉണ്ടായിരുന്നുള്ളൂ. അതേ സമയത്ത് ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് ഇട്ടു. ഏതാണ്ട് 15000 വ്യൂവേഴ്സ് ഒക്കെ മേലെ കയറിപ്പോയി. അതിലൊരു അഡാർ ഐറ്റം ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇത് ഒരാളുടെ ഒരു കൃത്യമായി തന്നെയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു അവഹേളിക്കപ്പെടുന്ന ഒരു സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണം. എന്നാൽ ആ മാധ്യമത്തിൻ്റെ സ്ഥാപനവും പത്രവുമാണ് ഇപ്പോൾ പണിക്കരെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പണിക്കരെ, ഒരു വാർത്ത ഞാൻ പണിക്കരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ മാധ്യമത്തിൻ്റെ പത്രം പുറത്തിറക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇത്തരം വൈകൃത മനസ്സുള്ളവരെ ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കരുതെന്ന് നിരവധി പേർ ആവശ്യം ഉന്നയിച്ചു. ആര്? ശ്രീജിത്തിന്റെ പോസ്റ്റിന് കീഴിലും മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾക്ക് കീഴിലും ശ്രീജിത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. ആരൊക്കെ? അത്യന്തം വിദ്വേഷം വമിക്കുന്ന സംഘപരിവാർ പ്രചാരകനാണ് ഇയാളെന്നും ചാനൽ ചർച്ചകളിൽ ഇടം കൊടുക്കരുതെന്നും മിക്കവരും അഭിപ്രായപ്പെട്ടു. ആരൊക്കെ അഭിപ്രായപ്പെട്ടു?
ഇയാൾ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ ഇനി മേലിൽ ഞാൻ പങ്കെടുക്കില്ലെന്ന് ഇടതു നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാറും വ്യക്തമാക്കി. ആരാണ് പ്രേംകുമാർ? ഇത്തരത്തിലുള്ള ആളുകളാണ് പണിക്കരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. ലിസ്റ്റ് കുറച്ചേ ഉള്ളൂ, എങ്കിലും ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അല്ല ശ്യാം, അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം ആ ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനുണ്ടായ ഒരു കാരണമുണ്ട്. ആ മാധ്യമം സ്ഥിരമായി എന്നെ അവിടെ ചർച്ചയ്ക്ക് വിളിക്കുന്നതായിരുന്നു. അവർക്ക് മുൻപും ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഒരു പക്ഷേ അവർ പിന്നീട് തീരുമാനിക്കുന്നു അവരുടെ ചർച്ചകളിൽ പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെയോ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കണമെന്നും അവർ ഓരോരുത്തരും പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഓരോ ഭാഗത്ത് നിന്നിരിക്കണമെന്നും അവർക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട് എന്നവർ പറഞ്ഞു. അതവർ പറയുന്നത് പോലും മണിക്കൂറുകൾക്ക് മുൻപ് എന്നെ അറിയിച്ചതിന് ശേഷം ആ ഒരു ചർച്ച ലൈവായിട്ട് തുടങ്ങുന്നതിന് ഏകദേശം 1.25 മണിക്കൂർ മുൻപാണ് അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതായിട്ട് അറിയിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് എന്നെ ഒരു വലതുപക്ഷ നിരീക്ഷകൻ എന്ന രീതിയിൽ മാത്രമേ അവർക്ക് വെക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ നിലപാടുകൾ നിങ്ങളുടെ ചാനലിൽ തന്നെ പലപ്പോഴും വന്നിട്ട് വലതുപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് വളരെ വലിയ നിർബന്ധം നിങ്ങളെ അങ്ങനെ മാത്രമേ ലേബൽ ചെയ്ത് വെക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അപ്പോൾ എന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഒരു ചർച്ചയിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും രാഷ്ട്രീയമുണ്ട്, അത് ഇന്ന രാഷ്ട്രീയമായിരിക്കണം എന്ന് ഒരു ചാനലിന് നിർബന്ധിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്റെ രാഷ്ട്രീയം ഏതാണ് എന്നോ ആ രാഷ്ട്രീയം എന്ത് പിന്തുടരണമെന്നോ, ഞാൻ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ റൈറ്റ് ആണോ സെന്റർ ആണോ സെന്റർ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം ഇവിടെ ഓരോ പൗരനും നൽകുന്നത്. അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തിലെ കടന്ന് നിങ്ങൾ വലത് നിരീക്ഷകനാണ് എന്ന് സ്റ്റാമ്പ് ചെയ്യാനുള്ള അതോറിറ്റി ഈ നാട്ടിലല്ല, ലോകത്ത് ഒരിടത്തും ഒരു മാധ്യമത്തിനുമില്ല ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന സ്ഥലത്ത്. ഒന്ന്. ഇനി രണ്ടാമത്, അതിനേക്കാൾ അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ വലത് നിരീക്ഷകൻ ഇന്നാകാം, പക്ഷെ നാളെ നിങ്ങളെ തീവ്ര വലത് നിരീക്ഷകൻ എന്നവർക്ക് പറയാം, നിങ്ങളെ ഫാർ റൈറ്റ് ആക്കി മാറ്റാം. അതിനടുത്ത ദിവസം നിങ്ങളെ അവർക്ക് ഫാഷിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. എവിടെയാണ് ഒരു മാധ്യമത്തിന്റെ നിയന്ത്രണങ്ങൾ അവസാനിക്കുക, എവിടെ വരെ ഒരു നിരീക്ഷകന് സ്വാതന്ത്ര്യമുണ്ട് തുടങ്ങിയ ചില കാര്യങ്ങളുണ്ട്. ഇത് ജനാധിപത്യമാണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവരുടെ സ്റ്റാമ്പിംഗ് എന്താണോ ആ സ്റ്റാമ്പിംഗ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അവരോട് വ്യക്തമായിട്ട് പറയുന്നു. ഒപ്പം ഇതേ പൊളിറ്റിക്കൽ സ്പെക്ട്രം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവതാരകർക്കും ചാർത്താം. നമുക്കറിയാമല്ലോ, ഈ അവതാരകരിൽ ഇടത് ചുവയുള്ള ആൾക്കാരുണ്ട്, ജമാഅത്തെ ചുവയുള്ള ആൾക്കാരുണ്ട്, വലത് ചുവയുള്ള ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള രാഷ്ട്രീയം പിന്തുടരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചർച്ചയിൽ പറയണം, ഇവിടെ ഇടത് അവതാരകനായ ഇദ്ദേഹം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വലത് അവതാരകനായ ഇന്നയാൾ പറഞ്ഞതുപോലെ. അതല്ല ഒരു ചർച്ച. ചർച്ച എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ സംഘടനം എന്നതിനപ്പുറത്തേക്ക് അഭിപ്രായങ്ങളുടെ സംഘടനം എന്നാവുക. നിങ്ങൾക്ക് രാഷ്ട്രീയമാണ്, ഇടതോ വലതോ ഒക്കെ രാഷ്ട്രീയമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രതിനിധികൾ ഇവിടെ ഉണ്ട്, അവരെ മാത്രം വിളിച്ചാൽ മതി. ഒരു നിരീക്ഷകൻ വരുമ്പോൾ എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് വേറിട്ട് ഒരു സംഭവത്തിന്റെ വസ്തുതയെ എന്താണോ അതിനെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ഒരുപക്ഷെ ഒരു ജോസഫ് സി മാത്യുവോ ഒരു അഡ്വക്കേറ്റ് ജയശങ്കറോ ഒക്കെ മറ്റുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വിഭിന്നരാകുന്നത്. പക്ഷേ നിങ്ങളെ ഒക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് പണിക്കർ. ചെയ്യേണ്ടി വന്നത് ഇപ്പൊ ജോസഫ് സി മാത്യു ആയാലും ജയശങ്കർ ആയാലും ശ്രീജിത്ത് പണിക്കർ ആയാലും എല്ലാവരും ബഹിഷ്കരണത്തിലാണ്. അല്ല, അതാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ബഹിഷ്കരിക്കാം, ചില ചാനലുകൾക്ക് ബഹിഷ്കരിക്കാം. അന്ന് ആ ഒരു മാധ്യമത്തിനെ അവർ ഇത് നിർബന്ധം പിടിക്കുന്ന സമയത്ത് ഞാനാണ് ബഹിഷ്കരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വെക്കാനാണ് എങ്കിൽ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കില്ല. അതും നിങ്ങൾ ഇതുപോലെ 1.25 മണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പോളിസി നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാനത് പങ്കെടുക്കില്ല എന്ന് പറയുന്നു. പകരം അതേ സമയത്ത് തന്നെ ഞാൻ ലൈവ് വരുന്നു, ഞാൻ ഈ കാര്യം ആൾക്കാരോട് പറയുന്നു. ഒന്ന്. ഇനി രണ്ടാമതായിട്ട് ചില വ്യക്തികൾക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം, ചില വ്യക്തികൾ നമ്മളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഞങ്ങളെല്ലാവരും കൂടി പങ്കെടുത്തിട്ടുള്ള ചർച്ചകൾ കണ്ടാൽ അവരോട് പറയും, നിങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. കാരണം അത്രത്തോളം തെറ്റായിട്ടുള്ള നിയമങ്ങളെയും കാര്യങ്ങളെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇവിടെ പലപ്പോഴും ഉണ്ടായത്. ഉദാഹരണത്തിന് ഒരു നല്ല ഉദാഹരണം പറയാം. ഏറ്റവും അവസാനമായിട്ട് UDF സർക്കാർ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു കരട് ശബരിമല ബില്ല് കൊണ്ടുവന്നു. ആ കരട് ശബരിമല ബില്ലിനെ പറ്റിയുള്ള ഒരു ചർച്ചയിൽ എന്നെ ബഹിഷ്കരിച്ച ഒരാളും ഞാനും കൂടി പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിലില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കി. ഉദാഹരണത്തിന്, ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഈ ബില്ലിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടി വന്നാൽ അദ്ദേഹം മുൻപ് ശബരിമലയിൽ ഒരുപക്ഷെ ഈ 41 ദിവസത്തെ വ്രതം പാലിക്കാത്തത് പോയതുകൊണ്ട് ഈ നിയമം പാസ്സായാൽ അദ്ദേഹം ഒരുപക്ഷെ ജയിലിൽ കിടക്കേണ്ടി വരും
എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക്, അതിന്റെ നിയമശിക്ഷാ നടപടികൾക്ക് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല എന്ന് അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. അതുകൊണ്ട് ചെന്നിത്തല ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇങ്ങനെ ഒരു വാദം പറയുമ്പോൾ ആ വാദം അടുത്ത നിമിഷത്തിൽ പൊളിയുന്ന സമയത്ത് ആൾക്കാർ ഇലിഭ്യരാവുകയാണ് ചെയ്യുക. ഒപ്പം മറ്റൊരു വാദം ഉടനെ കൊണ്ടുവന്നു. ഒരു ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന ഒരാളിന്റെ വീട്ടിൽ ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അയാളുടെ കൺമുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കാമെന്ന്. എത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ശരി, അത് ആ കരട് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് എവിടെയാണ് എന്ന് വായിക്കൂ. അവതാരക കൂടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചില്ല, കാരണം അങ്ങനെ അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ് ശബരിമല ആചാരങ്ങൾ. അവിടെ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ത്രീകളുണ്ട്, അധികന്മാരോ ഭാര്യമാരോ സഹോദരിമാരോ മക്കളോ പെൺമക്കളോ ഇങ്ങനെ പലരുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ആൾക്കാർ ഇവിടെ വ്രതം എടുത്തിട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിന് മൂർച്ചയില്ല, നിങ്ങൾ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ചകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് എനിക്ക് അവരോട്. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ അവരുടെ ഭാഗത്താട്ടോ പഠിക്കരെ. കാരണം ഇവിടെ CA നിയമമാണ് കാര്യങ്ങളെ സമീപിക്കാറ്. ഈ തെറിവിളി വരുന്നപ്പോഴും ഭീഷണി വരുന്നപ്പോഴും ഒക്കെ എങ്ങനെയായിരിക്കും ശ്രീത്തിന്റെ ഒരു പ്രതികരണം? അല്ല, ഇത് നോക്കൂ, ഇതിന്റെ ശ്രീ TG പറഞ്ഞതുപോലെ ഇത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ് ആണ്. നമ്മളൊരു പൊതു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം ഒരു പൊതുവേദിയിൽ പറയുമ്പോൾ, നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ പറയുന്ന സമയത്ത് എല്ലായ്പ്പോഴും കിട്ടുന്നത് സ്വീകാര്യത ആയിരിക്കില്ല. കാരണം നമ്മൾ എപ്പോഴും മറ്റൊരു ലാർജർ കോണ്ടെക്സ്റ്റിൽ വളരെ വലിയൊരു അഭിപ്രായത്തിന് എതിരായിട്ടുള്ള അഭിപ്രായമായിരിക്കും പറയുക. അത് പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം, ഒരുപാട് രാഷ്ട്രീയം, ഒന്നല്ല രണ്ടോ മൂന്നോ രാഷ്ട്രീയ നിലപാടുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായും ഒരു അഭിപ്രായം പറയുമ്പോൾ മറ്റു രണ്ട് കക്ഷികളെങ്കിലും അതിനെ എതിർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ പുഷ്പഹാരങ്ങൾ കൊണ്ട് ആൾക്കാർ എന്നെ സ്വീകരിക്കുമെന്ന് കരുതുന്നയാളല്ല ഞാൻ. ഇഷ്ടംപോലെ ബ്രിക്ബാറ്റ്സ് വരുമെന്ന് കരുതുന്നയാളാണ്. അങ്ങനെ വന്നിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് എന്റെ അഭിപ്രായത്തിലോ എന്റെ സമീപനത്തിലോ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. മുന്നോട്ട് ഇനി അത് ഉണ്ടാകാനും പോകുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന ഒന്ന് രണ്ട് അവകാശങ്ങളിലാണ്. ഒന്ന്, ആർട്ടിക്കിൾ 19 പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അത് പരമമാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. രണ്ട്, ആർട്ടിക്കിൾ 21 പറയുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ രണ്ട് കാര്യങ്ങളെയും സപ്രസ് ചെയ്യാനുള്ള ഏതൊരു ശ്രമവും ഏതു ഭാഗത്തു നിന്നുണ്ടായാലും അതിന് വശംവദനാകാനുള്ള യാതൊരു വിധത്തിലുള്ള തീരുമാനവുമില്ല. അതുകൊണ്ട് അത് എത്രത്തോളം വന്നു കഴിഞ്ഞാലും അതിനോട് എനിക്ക് എപ്പോഴും ഒരു സ്വീകരിക്കാനൊക്കാത്ത, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സമീപനം മാത്രമാകും ഉണ്ടാവുക. പിന്നെ ഈ ചീത്തവിളി, തെറിവിളി എന്നൊക്കെ പറയുന്ന സമയത്ത് നോക്കൂ, ഞാൻ പഠിച്ചിരിക്കുന്നത് ഭിക്ഷാദാനം പാത്രം അറിഞ്ഞു വേണം എന്നാണ്. അപ്പൊ ഇങ്ങോട്ട് ഒരാൾ എന്ത് രീതിയിൽ സമീപിക്കുന്നോ ആ സമയത്ത് എനിക്ക് ഈ ഇമേജിന്റെ ഭാരം അങ്ങനെയൊന്നുമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അപ്പൊ എന്നോട് ഏത് രീതിയിൽ ഇങ്ങോട്ട് പ്രതികരിക്കുന്നോ അതേ രീതിയിൽ തന്നെ, നമുക്ക് സഭ്യമായ രീതിയിൽ തന്നെ, പക്ഷേ അതേ രീതിയിൽ തന്നെ, മോശമായ രീതിയിലാണെങ്കിൽ തിരിച്ചും മോശമായ രീതിയിൽ തന്നെ പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയുമുള്ള ആളല്ല ഞാൻ. കാരണം അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഭിക്ഷാദാനം പാത്രം അറിഞ്ഞു വേണം എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. എന്നോട് മാന്യമായിട്ട് പറയുന്ന, മാന്യമായിട്ട് എതിർ അഭിപ്രായം പറയുന്ന ആൾക്കാരോട് പൂർണ്ണമായും ബഹുമാനത്തോടുകൂടി മാന്യതയോടുകൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് അതല്ല വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയോ ഒക്കെ പറയുകയാണ് എങ്കിൽ എനിക്കും തിരിച്ചും അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സുഖ വിവരം അന്വേഷിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഒരാൾ ചീത്ത വിളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തിരിച്ച് അത് അങ്ങോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൂടിയാണ് അവർ തരുന്നത് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് അതിൽ. എടാ എന്ന് വിളിച്ചാൽ തിരിച്ച് പോടാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ, അല്ലേ? എന്ന് ചോദിച്ചാൽ ഏതാടാ? അദ്ദേഹം ഒരു സ്വയം ബുദ്ധിജീവി, പ്രഖ്യാപിത ബുദ്ധിജീവിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു, അതാണ് ശരി, അതിൽ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിൽ പണിക്കർ കൃത്യമായ വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട്, ചില ലിങ്കുകളൊക്കെ കൃത്യമായി തന്നെ വെച്ചുകൊണ്ട് വസ്തുതാപരമായി തന്നെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. പക്ഷെ തിരിച്ചു കിട്ടിയത് കുറേ അധികം കളിയാക്കലുകളാണ്. ചില പുതിയ പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ആ രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാം. അപ്പോൾ ഫാക്ട്സ് എന്നത് ഇവർക്കൊക്കെ ഒരു ഭയമായി മാറുകയാണ്. അല്ല, അവിടെയാണ് പ്രശ്നം. കാരണം അതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ഒരു വിഷയം ഉണ്ടായിരുന്നപ്പോൾ അതിലെ കോർ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. അതായത് ഞാൻ ഗൂഗിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. അതായത് നിങ്ങൾക്ക് കള്ളമാണ് ആൾക്കാരോട് പറയാനുള്ളത് എങ്കിൽ ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് എത്തരുത്, നിങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്.
അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരോട് പറയുന്നു, അത് ആൾക്കാർ വിശ്വസിക്കണം, അത് തന്നെ പിന്തുടരണം എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണ. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ആലങ്കാരികമായിട്ട് പറയുന്നത് പോലെ നമ്മുടെ വിരൽത്തുമ്പിലാണ്. നമുക്ക് കൃത്യമായിട്ട് ഈ ഗൂഗിളും മറ്റുള്ള മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇൻഫർമേഷന്റെയും കൃത്യമായിട്ടുള്ള വസ്തുത എന്താണ് എന്ന് സ്വയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കാലത്ത് ഇപ്പോഴും പലരും അതിന് മെനക്കെടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ന്യൂസ് സൈറ്റുകൾക്ക് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ പലപ്പോഴും ഒരു ഫാക്ട് ചെക്കിംഗ് ഡിവിഷൻ തന്നെ ഉണ്ടാകേണ്ടി വരുന്നത്. നമുക്കിപ്പോഴും അറിയാമല്ലോ, പലപ്പോഴും ആൾക്കാർ തമാശയായിട്ട് പറയും ഈ വാട്സാപ്പ് അമ്മാവന്മാരൊക്കെ ഇപ്പോഴും കുർക്കുറയിൽ പ്ലാസ്റ്റിക് ഉണ്ട്, ഫ്രൂട്ടിയിൽ എയ്ഡ്സ് രോഗിയുടെ രക്തം കലർന്നിട്ടുണ്ട് എന്നുള്ള ഫോർവേഡുകളൊക്കെ ഇപ്പോഴും അയക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെയുണ്ട്, നമുക്ക് തന്നെ ഒരു 2 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്യാം എന്നുള്ള ഒരു സാധ്യതയെ പലരും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ള ഫാക്ടറികൾ, നുണ ഫാക്ടറികളൊക്കെ പ്രവർത്തിച്ചു പോകുന്നത്. നേരെ മറിച്ച് ഒരു വസ്തുത എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ആധികാരികമായിട്ടുള്ള പ്രൈമറി സോഴ്സിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ എടുത്ത് അതിന്റെ ഡേറ്റ, അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ഫാക്ട്, അതിന്റെ ഫിഗേഴ്സ് ഇതൊക്കെ വെച്ച് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു നുണയും ഉടനടി തന്നെ അതിന്റെ ആയുസ് തീർന്ന് നിലത്ത് വീണ് പതിച്ച് നശിച്ച് നാമാവശേഷമാകും. എന്നാൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, അത് ഉയർത്തുന്ന സമയത്ത് ഒന്ന്, നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. സ്വാഭാവികമായും ഒന്നുകിൽ അത് ഏറ്റെടുക്കാം, അല്ല എങ്കിൽ അതിനെ അങ്ങനെ ഇഗ്നോർ ചെയ്യാം. ഇഗ്നോർ ചെയ്യുന്നതിന് പകരം എനിക്ക് ഇവിടെ ഒരു വണ്ണപ്മാൻഷിപ്പ് ഉണ്ട്, ഞാനാണ് ഇതിൽ മേധാവി എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നുണകൾ പറയുകയും അത് ഉയർത്തുന്ന ആളിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പലപ്പോഴും ഇന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ നമുക്ക് സന്ദേശം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ സന്ദേശവാഹകനെ കൊല്ലുക എന്നുള്ളതല്ല. പക്ഷെ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്ന് പറയുന്നതാണ് ഇവിടെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? അതിൽ ആ ആരോപണം ഉയർത്തുന്ന ആളിനെ അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്ന ആളിനെ ബോഡി ഷെയ്മിംഗ് നടത്തുക, അയാളെ അസഭ്യ പദങ്ങളൊക്കെ ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഇങ്ങോട്ട് തന്നാൽ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തിരിച്ച് ഏതാണ്ട് അതേ ഭാഷയിൽ തന്നെ തിരിച്ചും പ്രതികരിക്കേണ്ടി വന്നു. അപ്പൊ അപ്പുറത്തു നിന്നുള്ള ഭാഷ വീണ്ടും മോശമാകുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഞാൻ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുകയാണ് പൊതുജനത്തിന്റെ പ്രതിനിധിയാണ് ഞാനെന്ന്. എന്നാൽ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസമൂഹത്തിലുള്ള ഒരു പൊതു ചർച്ചയിൽ ഇടപെടേണ്ടുന്ന ചില രീതികളുണ്ട്. ആ രീതികളെ ഗണിച്ചുകൊണ്ട് തനിക്ക് ഒരു വണ്ണപ്മാൻഷിപ്പ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാർ ഈ രീതിയിലുള്ള സമീപനം കാണിക്കുമ്പോൾ അത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വവും ആശയപരമായിട്ടുള്ള പൊള്ളത്തരവുമാണ് തുറന്നു കാണിക്കുന്നത് എന്നുള്ളത് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അത് മാധ്യമങ്ങൾ തന്നെ, ഒരുപക്ഷെ ഇടത് ചായ്വുള്ള മാധ്യമങ്ങൾ പോലും അത് വളരെ വലിയ വാർത്തയായി അതിനെ കാണിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള നുണ ഫാക്ടറികൾക്ക് കിട്ടുന്ന തിരിച്ചടിയാണ്. അതെല്ലാം തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഘടിതമായിട്ടുള്ള ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒരുപക്ഷെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനുള്ള ഒരു ശരിയായ റിഫ്ലക്ഷൻ, അത് സമൂഹത്തിൽ എന്താണോ ആരെയാണോ അസ്വസ്ഥപ്പെടുത്തേണ്ടത് അവർ അസ്വസ്ഥരായിട്ടുണ്ട് എന്ന രീതിയിൽ മാത്രമേ ഞാനതിനെ. പക്ഷേ പണിക്കരെ, ഇതൊരു ലൈറ്റ് മോഡാണ്. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊരു ലൈറ്റ് മോഡാണ്. ഇതിൻ്റെ ഒരു എക്സ്ട്രീം മോഡുണ്ട്. അതാണ് നമ്മൾ അല്പസമയം മുമ്പിൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സഹോദരി പലസ്തീൻ ഹമാസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ കുട്ടിക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും പേടി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് നല്ല ഭീതിയുണ്ട്. ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. മുൻ മുഖ്യമന്ത്രി 4-5 തവണ എഡിറ്റ്. നമ്മുടെ മുഖ്യമന്ത്രി എത്ര ചങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. വീണ എസ് നായർ, മാണി സി കാപ്പൻ ഇവരൊക്കെ എഡിറ്റുന്നു, ഖേദപ്രകടനം നടത്തുന്നു. അപ്പം അത് നോക്കുമ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അതിനെന്ത് വിലയാണ് പണിക്കരെ? അല്ല, ഇത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പോലും ചോദ്യമല്ല. നമുക്ക് വസ്തുതകൾ എന്താണ് എന്ന് നോക്കിയതിന് ശേഷം ഏതൊരു സംഘടനയും ചെയ്യുന്നത് തീവ്രവാദമാണോ അതോ ജനാധിപത്യപരമായിട്ടുള്ള പ്രവൃത്തിയാണോ, ജനക്ഷേമമാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണോ എന്നുള്ളത് അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഹമാസിനെ എടുക്കൂ. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് അവിടെ സ്വാതന്ത്ര്യം കിട്ടണം, പലസ്തീനികൾക്ക് ഗാസയിൽ സ്വാതന്ത്ര്യം കിട്ടണം എന്ന് വാദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യ ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ഇപ്പൊ 2014 മുതൽ കൃത്യമായിട്ട് എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പാലസ്തീൻ ജനതയുടെ ആവശ്യത്തിനൊപ്പമാണ് രാജ്യം എന്നുള്ള ഒരു അന്താരാഷ്ട്ര നയം നമുക്കുണ്ട്. 2014 മുതൽ ഗാസയിലുള്ള ഹമാസിനെയും വെസ്റ്റ് ബാങ്കിലുള്ള ഫത്തയെയും ചേർത്തുകൊണ്ട് ഉള്ള ഒരു യൂണിറ്റി സർക്കാർ ഇസ്രായേലുമായി ചർച്ച നടത്തണം, അവിടെ മേഖലയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ള ഒഫീഷ്യൽ പൊസിഷൻ പിന്തുടരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷെ ഒരു സംഘടന ചെയ്യുന്ന നയം
അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം വേണം അതൊരു ഭീകരവാദ സംഘടനയാണോ അല്ലയോ എന്ന് നോക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സംഘടനയും മറ്റുള്ള ഒരാളിനെ ശത്രുക്കളെ ആക്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജനവാസ കേന്ദ്രങ്ങളെ സാധാരണ സിവിലിയന്മാരെ ആയുധമാക്കാറില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഹമാസിനെ പറ്റി ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും നിന്നാണ് അവർ മിസൈലുകൾ വർഷിക്കുന്നത്. അപ്പൊ തിരിച്ചു പ്രത്യാക്രമണം ഉണ്ടാവുകയില്ല, കാരണം ഇത് ജനവാസ കേന്ദ്രങ്ങളാണ്, കുട്ടികളുള്ള അല്ലെങ്കിൽ രോഗികളുള്ള സ്ഥലമാണ് എന്ന് കരുതി ശത്രു ഒരു മനുഷ്യത്വപരമായ സമീപനം എടുക്കും എന്ന രീതിയിലുള്ള ഉറപ്പുള്ളത് കൊണ്ട് അതിനെ ചൂഷണം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് കഷ്ടമാണ്. എപ്പോഴും സിവിലിയൻ മേഖലയിലെ നിങ്ങൾ ആക്രമിക്കുക. നേരെ മറിച്ച് ഇസ്രായേൽ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ പലപ്പോഴും ഒരു വാർണിംഗ് അയക്കുന്നുണ്ട്. അത് പലപ്പോഴും ഒരു തീവ്രത കുറഞ്ഞ ഒരു ബോംബായിരിക്കാം, അല്ലെങ്കിൽ ലഘുലേഖകൾ അവിടെ വർഷിക്കുകയായിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് ഒരു മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനുള്ള സ്വാഭാവിക സമയം അനുവദിച്ചതിന് ശേഷം അവർ ആക്രമണം നടത്താറുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും മനുഷ്യരെ ഹ്യൂമൻ ഷീൽഡുകളായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സംഘടനയും സാധാരണ സിവിലിയന്മാരെ ആക്രമിച്ചാൽ, അത് ഏത് സംഘടന ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏത് സംഘടനയായാലും സാധാരണ സിവിലിയൻ ആൾക്കാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിനെയൊക്കെ തന്നെ നമുക്ക് ഭീകര സംഘടനകൾ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അത് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ എന്താണ് ജനാധിപത്യം, അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് സമാധാനം എന്നതിന്റെയൊക്കെ നിർവചനം ഇവർ ഏത് രീതിയിലായിരിക്കും അതിനെ വ്യാഖ്യാനിക്കുക എന്നതിൽ എനിക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. അത് ശരിയായ ഒരു തീരുമാനമല്ല എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ബംഗാളിൽ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒന്നുമില്ലാതെ ശാന്തമായ പശ്ചിമേഷ്യയെ ഈ ഹമാസ് ഭീകരർ പ്രശ്നമുണ്ടാക്കി ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ വലിയ പ്രശ്നമായി. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കൊന്ന് വിശദമായി തന്നെ വിലയിരുത്തണം. പണിക്കരെ, ഞാൻ ഒന്ന് പെട്ടെന്ന് ആവശ്യമുണ്ട്. ശ്രീജിത്ത്. അല്ല, തീർച്ചയായും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാധ്യമങ്ങൾ ഒരു അവസരം നൽകുന്നത് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായതുകൊണ്ടല്ല. നേരെ മറിച്ച് ഞാൻ പറയുന്ന ഒരുപക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യസ്തത കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ കേരളത്തിൽ കൂടുതലായിട്ടും രാഷ്ട്രീയക്കാർ ഡോമിനേറ്റ് ചെയ്യുന്ന ചർച്ചകളിൽ നിയമങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ നിയമത്തിനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സംസാരിക്കുക എന്ന രീതിയായിരുന്നു എന്റേത്. ഞാൻ അത് ആദ്യം മുതൽ തന്നെ പിന്തുടരുന്ന രീതി അതാണ്. അപ്പൊ അതിനൊരു പക്ഷെ ഒരു ഓഡിയൻസ് ഉണ്ടാകാം. ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരവരുടെ ജീവിതത്തിലെ 1 മണിക്കൂർ തരുന്ന ആൾക്കാർക്ക് ഈ ചർച്ച കഴിയുമ്പോൾ 1 or 2 പോയിന്റുകൾ കിട്ടണം എന്നൊരു നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് എടുത്തത്. അത് ഒരുപക്ഷെ ആൾക്കാരെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഐഡിയോളജിയെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഐഡിയോളജിയുടെ പ്രശ്നമാണെന്ന് പോലും ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അത് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബഹിഷ്കരണത്തിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടും അതല്ലാതെ മറ്റു മാർഗം അവർക്കില്ല. ഉദാഹരണത്തിന് ശ്യാം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബഹിഷ്കരണം. നേരെ മറിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപും ഇതേ ബഹിഷ്കരണം ഉണ്ടായിരുന്നു. പണിക്കരുണ്ട് എങ്കിൽ ചർച്ചയിൽ വരില്ല എന്ന ആൾക്കാർ പറഞ്ഞുവെന്ന് മാധ്യമങ്ങളിലെ അവതാരകർ തന്നെ തത്സമയ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. പണിക്കർ പങ്കെടുക്കുന്ന ചർച്ചയിൽ പണിക്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയ പ്രതിനിധികളുണ്ട്, വക്താക്കളുണ്ട്. അപ്പൊ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഒരു വസ്തുതയെ, ഒരു ആശയത്തെ ഒരു വസ്തുത കൊണ്ടോ അല്ലെങ്കിൽ ആശയം കൊണ്ടോ തിരിച്ചു നേരിടാൻ സാധിക്കാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ പിന്തുടരുന്ന ആശയത്തെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ തന്നെ റിവീൽ ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ എനിക്ക് അവരോടുള്ളത്, നിങ്ങൾ ബഹിഷ്കരിച്ചോളൂ, ബഹിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു ശബ്ദം ഇല്ലാതെയാക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ ആശയം, അതായത് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടാലും ആ ടീച്ചറിന് ഒരുപക്ഷെ ടെമ്പററി ആയിട്ട് ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷേ ആ കുട്ടി ഉയർത്തിയ ചോദ്യങ്ങൾ ആ ക്ലാസ് മുറിയിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഒന്നാമത്, ഈ ജോലി തിരക്ക് തന്നെ നല്ല അസല് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ജോലിയിലാണ് പണിക്കർ. വരുമാനവും അത് തന്നെയാണ്. ഈ പഠിക്കാനുള്ള സമയമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ല, അത് ബേസിക്കലി നമ്മൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം പൂർണ്ണമായിട്ടും എനിക്ക് ഓഫീസ് ജോലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്തുള്ള ചർച്ചകൾ പോലും എനിക്ക് റിലേറ്റീവ്ലി ഓഫീസിൽ വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല എങ്കിൽ പോലും ഉള്ള അവസരങ്ങളിൽ പോലുമുള്ള ചർച്ചകൾ പോലും ഞാൻ എടുക്കാറില്ല. കാരണം ആ സമയം എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓഫീസിലുള്ളതാണ്. ആ സമയത്ത് ഞാൻ ബിസി ആണെങ്കിലും അല്ലെങ്കിലും. അതിനുശേഷം ഈ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമുള്ള സമയമാണ് ഈ ചർച്ചകൾക്കായിട്ട് കൂടുതലായിട്ടും സ്പെൻഡ് ചെയ്യുന്നത്. പിന്നീട് എന്റെ ഫാമിലി ടൈമാണ്. ഈ
ചർച്ച കഴിഞ്ഞതിന് ശേഷമുള്ളത് എൻ്റെ ഫാമിലി ടൈമാണ്. കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും വായിക്കുകയോ തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ സിനിമകൾ കാണുകയോ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് രാത്രിയിലാണ്. അപ്പോൾ കിടക്കുന്നത് വളരെ വൈകിയാണ്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനുമുള്ള സമയമുണ്ട് എന്ന് തന്നെയാണ്, എല്ലാവർക്കും അത് സാധിക്കും എന്ന് തന്നെയാണ് ശ്യാം എൻ്റെ വിശ്വാസം. ഗൂഗിളും നോക്കാം. യെസ്, എന്തായാലും വളരെയധികം നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ.